ഹലോ, എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 20ാമത്തെ ടെസ്റ്റ് പേപ്പറിലെ ചോദ്യങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. സോ ആ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പലതും. ഓക്കെ, പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു മോഡലിലായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കാം. അപ്പോൾ ആ ചോദ്യങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. യെസ്, ആദ്യത്തെ 5 ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ. ഈ ഒരു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റൻ ആയിരുന്നു നമുക്ക് പ്രാവശ്യം തന്നിരുന്നത് അല്ലെ. കുറച്ചുകൂടെ കമ്പാരേറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പ്രാവശ്യത്തേത് അല്ലെ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇതിന്റെ ആൻസേഴ്സ് ചെയ്യാന്നുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അക്രോസ് ദ സ്റ്റേറ്റ് എസ് അല്ലെ. ഈ സ്റ്റേറ്റ് എസിലെ മൊത്തം ഇതില് ABCDEF എന്ന് പറയുന്ന 6 സ്റ്റേറ്റുകളിലെ 2016 മുതൽ 2022 വരെയുള്ള ഇത്ര ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. സോ അതിന്റെ അകത്ത് ചോദിച്ചിരിക്കുന്ന സാധനം എന്താണ്? ദ ടോട്ടൽ നമ്പർ ഓഫ് ബിൽഡിംഗ്സ് കൺസ്ട്രക്ടഡ് ഇൻ 2016 അല്ലെ. 2016 ABCDEF എന്ന് പറയുന്ന ഇത്രയും സിറ്റികളിൽ മൊത്തം കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിംഗ്സിന്റെ എണ്ണം എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അത് എന്തിന്റെ എത്ര പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കണം? 2018 ടോട്ടൽ നമ്പർ ഓഫ് ബിൽഡിംഗ്സ് കൺസ്ട്രക്ടഡ് ഇൻ 2018 അല്ലെ. 2018 ടോട്ടൽ ബിൽഡിംഗ്സിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അതിന് എന്ത് കണ്ടുപിടിക്കണം? 2016 ടോട്ടൽ ബിൽഡിംഗ്സ് കണ്ടുപിടിക്കണം, 2018 ടോട്ടൽ ബിൽഡിംഗ്സ് കണ്ടുപിടിക്കണം അല്ലെ. 16 കൂട്ടും എത്ര കിട്ടാം? നമുക്ക് ഇവിടെ അറിയാം, 8 2 10 അല്ലെ. ബാക്കി 1 ശിഷ്ടം വരുന്നു, 7 1 8 4 12 4 16 6 22 2 അല്ലെ. ബാക്കി 2 ശിഷ്ടം, 2 2 4 4 4 8 8 9 17 5 22 വീണ്ടും അല്ലെ. ബാക്കി 2 ശിഷ്ടം, 2 2 4 4 2 6 6 3 9 9 2 11 2 13 3 16 അല്ലെ. അപ്പൊ 16,220 ആയിരിക്കും 2016 ടോട്ടൽ ബിൽഡിംഗ്സ് എന്ന് പറയുന്നത് അല്ലെ. കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന സിറ്റി മീൻസ് സ്റ്റേറ്റ് എസിൽ ത്രൂ ഔട്ട് കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങുകൾ എണ്ണം എത്രയാണ്? 16,220 ആണ് അല്ലെ. ഇനി അതേ സാധനം 2018 കേസ് നമുക്ക് നോക്കി നോക്കാം. 2018 നോക്കൂ, കൂട്ടുമ്പോൾ ലാസ്റ്റ് എല്ലാം പൂജ്യങ്ങളായതുകൊണ്ട് 0 അല്ലെ. 4 2 6 9 6 15 15 6 21 1 ബാക്കി 2 ശിഷ്ടം അല്ലെ. 2 4 6 6 2 8 6 14 14 6 20 2 22 ബാക്കി 2 ശിഷ്ടം, 2 2 4 4 2 6 6 3 9 9 3 12 2 14 3 17 അല്ലെ. 17,200 ബിൽഡിംഗ്സ് ആണ് 2018 ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ 16,220 എന്ന് പറയുന്ന സാധനം 17,210 എത്ര പെർസെന്റേജ് ആണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. 17,210 വളരെ കുറവാണ് 16,220 അല്ലെ. വളരെ കുറവാണോ? അല്ല, കുറച്ച് കുറവേ ഉള്ളൂ അല്ലെ. 16,220 എന്ന് പറയുന്നത് സോ ഓട്ടോമാറ്റിക്കലി ഒരു 80 to 90 അല്ലെങ്കിൽ 90 to 100 ആ റേഞ്ചിലായിരിക്കും വരിക. സോ നമുക്ക് ഓപ്ഷൻസിൽ നോക്കുമ്പോൾ 94 ഉണ്ട്, 81 ഉണ്ട്, 84 ഉണ്ട്, 74 ഉണ്ട്. അപ്പൊ നമുക്ക് 90യുടെ കേസ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. 90നേക്കാൾ കൂടുതലാണോ? എത്രയാണ് 17,210 സോറി 17,210 അല്ല, 17,210 10% എത്രയായിരിക്കും? 1721 ആയിരിക്കും അല്ലെ. അപ്പൊ അതിനെ 9 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര പെർസെന്റേജ് കിട്ടും? 90% കിട്ടും. 10% 9 കൊണ്ട് ഗുണിച്ചാൽ 90% കിട്ടില്ലേ. സോ 90% ഏകദേശം എത്രയായിരിക്കും നമുക്ക് നോക്കി നോക്കാം. 9 9 അല്ലെ. 20 18 ബാക്കി 1 ശിഷ്ടം, 9 7 63 1 67 ബാക്കി 6 ശിഷ്ടം അല്ലെ. 9 9 6 15 15,789 ആണ് 90% അല്ലെ. സോ അപ്പൊ അതിനേക്കാൾ വലുതല്ലേ 16,220. അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. ദ ആൻസർ ഈസ് 94%. കാരണം 16,220 എന്ന് പറയുന്നത് 90% ആയിട്ടുള്ള 15,789 വലുതാണ് അല്ലെ. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എത്ര പെർസെന്റേജ് ആയിരിക്കും? അപ്രോക്സിമേറ്റ്ലി 94% ആയിരിക്കും ഇവിടെ ആൻസർ. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? What is the total number of buildings constructed in town B over all the 7 years എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ എവിടത്തെയാണ്? ബിയിലെ ടോട്ടൽ കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കണം. അതായത് 2,500 2,578 2,640 എല്ലാം കൂടെ കൂടണം അല്ലെ. നമുക്ക് എഴുതി കൂട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മനക്കണക്കായിട്ട് കൂട്ടാൻ അറിയെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഞാനിപ്പോ തൽക്കാലം എഴുതി ചെയ്യാം. 2,500 2,568 2,640 അല്ലെ. പിന്നെ എത്രയാണ്? 2,670 പിന്നെ 2,792 2,800 2,900 ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടണം. ഓക്കെ, യെസ്. അപ്പൊ കൂട്ടുമ്പോ എങ്ങനെയാ വരാം? 2ഉം 8ഉം 10ന് 0 അല്ലെ. ബാക്കി 1 ശിഷ്ടം, 9 1 10 10 7 17 17 4 21 6 27 ലാസ്റ്റ് 7ഉം 0 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ബാക്കി ഏതൊക്കെ വെട്ടാം? ഈ 18,780 വെട്ടാം, 17,780 വെട്ടാം അല്ലെ. ഈ 17,870 ആണോ 18,870 ആണോ എന്ന് കണ്ടുപിടിക്കലാണ് നമ്മുടെ പണി. അപ്പൊ നമുക്ക് എവിടെ എത്ര കിട്ടിയേ? 6 4
10 7 17 17 9 26 1 27 ബാക്കി 2 സിസ്റ്റം വരെ അല്ലേ. സോ 9 2 11 11 8 19 19 7 26 26 6 32 32 6 38 38 5 43 5 48 രണ്ട് കേസിലും ലാസ്റ്റ് 8 തന്നെ ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റത്തെ ഫൈനൽ ഇതും കൂടെ ചെയ്യണം അല്ലെ. 4 2 6 6 2 8 8 2 10 12 14 16 18. സോ എത്രയായിരിക്കും ആൻസർ? 18,870 ആയിരിക്കും അവിടുത്തെ ടോട്ടൽ എന്തെന്ന് പറയുന്നത്, ടോട്ടൽ buildings constructed in town B over all the 7 years എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു അല്ലേ. അടുത്ത ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ടോട്ടൽ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ബിൽഡിംഗ്സ് കൺസ്ട്രക്റ്റഡ് ഇൻ ടൗൺ ഡി ഇൻ 2018 വിത്ത് റെഫറൻസ് ടു ദ പ്രീവിയസ് ഇയർ അല്ലെ. 2018 ടൗൺ ഡിയിൽ അല്ലെ, ടൗൺ ഡി നോക്കുക ആദ്യം, 2018 നോക്കുക. ടൗൺ ഡി എവിടെ? യെസ്, ടൗൺ ഡി ഇതെവിടെ നിൽക്കുന്നു അല്ലെ. 2018 നോക്കുമ്പോൾ 2018 ടൗൺ ഡിയിൽ എത്ര ബിൽഡിങ്സ് ഉണ്ടായിരുന്നു? 3600 ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. സോ അതിന് തൊട്ട് മുമ്പുള്ള വർഷം എത്ര ഉണ്ടായിരുന്നു? 3500. അപ്പൊ ചോദ്യം എന്നാ എത്ര കൂടി അവിടെ? പെർസെന്റേജ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്ര കൂടി കഴിഞ്ഞ വർഷത്തേക്കാൾ എന്ന് നോക്കാം. 3500നേക്കാൾ ഒരു 100 കൂടിയത് അല്ലെ. ഏത് 2018 ആകുമ്പോഴേക്ക് 2017 ഒരു 100 കൂടി അല്ലെ. അപ്പൊ 100/2017 വെച്ചിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത് അല്ലെ. വിത്ത് റെഫറൻസ് ടു ദ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 2017 വെച്ചിട്ടുണ്ട്. അപ്പൊ 100/3500 into 100 ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. സോ നമുക്ക് ഓൾറെഡി അറിയാം 3500ന്റെ 2% പറയുമ്പോൾ 350 ആയിരിക്കും. 5% പറയുമ്പോൾ 1% എത്രയായിരിക്കും? 35 അല്ലെ. 1% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 35 ആയിരിക്കും. 35ന് ഏകദേശം എത്ര കൊണ്ട് ഗുണിച്ചാലായിരിക്കും 100 ഒക്കെ കിട്ടുക അല്ലെ. 35നെ 3 കൊണ്ട് ഗുണിച്ചാൽ 100 എത്രയായി? 35 into 3 30 into 3 90, 5 into 3 എത്ര കിട്ടി? 105ന് അടുത്തെത്തി അല്ലെ. സോ 3% തൊട്ടടുത്തായിരിക്കും, പക്ഷെ 3% ആവില്ല അല്ലെ. 105 ആണ് 3% എന്ന് പറയുമ്പോൾ. അതിനേക്കാൾ ചെറുത് എന്ന് പറയുമ്പോൾ എത്ര വരിക? 2.85%. നമ്മൾ ഇവിടെ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനക്കണക്കായി ചെയ്യാം. 1% 35 ആണ്. 35നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 100ന് അടുത്തുള്ള സംഖ്യ കിട്ടുക? 3 കൊണ്ട് ഗുണിച്ചാൽ 105 ആണ് കിട്ടുക. സോ അതിനേക്കാൾ കുറച്ച് കുറവാണ് 100 എന്ന് പറയുന്നത്. സോ എത്രയായിരിക്കും? 2.85% ആയിരിക്കും ആൻസർ. ക്ലിയർ? യെസ്. മൂവിങ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻ ദ context of town E and F together, what is the difference between the number of buildings constructed in 2021 and in 2027? 2021 ഇയിലും എഫിലും കൂടെ എത്ര ബിൽഡിങ്സ് ഉണ്ടായിരുന്നു കണ്ടുപിടിക്കണം. 2017 കണ്ടുപിടിക്കണം. എന്നിട്ട് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. 2021 നോക്കൂ. 2021 എത്രയാണ് വരുന്നത്? ഇയിലും എഫിലും കൂടെ ഇതാ ലാസ്റ്റ് രണ്ടെണ്ണം അല്ലെ. സോ 2350 2560 തമ്മിൽ പ്ലസ് ചെയ്യണം അല്ലെ. അപ്പൊ എത്ര കിട്ടാം? 2350 പ്ലസ് 2560 4910 എന്ന് കിട്ടുന്നുണ്ട് അല്ലെ. സോ 4910 ആണ് 2021 2017 2017 രണ്ടും കൂടെ കൂട്ടി നോക്കൂ. 2100ഉം 2380 എത്ര കിട്ടാം? 4480 എന്ന് കിട്ടും അല്ലെ. സോ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 4910ഉം 4480 തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കാണുന്നു. എത്ര വരും? 11 8 പോയ 3 അല്ലെ. 8 4 പോയ 4. സോ എത്രയായിരിക്കും ആൻസർ? 430 ആയിരിക്കും ആൻസർ. സോ ദ ആൻസർ ഈസ് 430. സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ബിൽഡിംഗ്സ് കൺസ്ട്രക്റ്റഡ് ഓവർ ദ ഇയേഴ്സ് ഫ്രം 2020 to 2022 is more than 8,500 in exactly days towns. അല്ലെ. 2020 മുതൽ 2022 വരെ പരിഗണിക്കുമ്പോൾ 8,500ൽ കൂടുതൽ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ വർഷങ്ങളിലാണ് അല്ലെ, ഏതൊക്കെ സിറ്റികളിലാണ് എന്നാണ് ചോദ്യം അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ഓവർ ദി ഇയേഴ്സ് ഫ്രം 2022 is more than in 8,500 in exactly days towns അല്ലെ. അപ്പൊ 2020 മുതൽ 2022 വരെ എടുത്താൽ മതി നമുക്ക് അല്ലെ. നമുക്ക് 2020ന്റെ കേസ് നമ്മൾ നോക്കൂ. 3300 3320 3400 അതാണ് എ എന്ന് പറയുന്ന ടൗണില് 2020ലും 21ലും 22ലും ബിൽഡ് ചെയ്ത സിറ്റികളുടെ മീൻസ് ബിൽഡിങ്ങുകളുടെ എണ്ണം അല്ലെ. 2020 മുതൽ 2022 വരെ അത് മൊത്തം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കിട്ടും? 8500നേക്കാൾ മുകളിലായിരിക്കില്ലേ. സോ അതിലെല്ലാം 3000 വരുന്നുണ്ട് അല്ലെ. 3300 എന്ന് പറഞ്ഞാൽ 3000നേക്കാൾ വലുതാണ്. 3320 എന്ന് പറഞ്ഞാൽ 3000നേക്കാൾ വലുതാണ്. 3400 എന്ന് പറഞ്ഞാലും 3000നേക്കാൾ വലുതാണ്. ടോട്ടൽ എത്രയായിരിക്കും വരിക? 3000 into 3 9000നേക്കാൾ വലുതായിരിക്കും എന്തായാലും ആൻസർ അല്ലെ. അപ്പൊ 8500നേക്കാൾ വലുതാണോ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം
ഓൾറെഡി 3000 പ്ലസ് 3000 പ്ലസ് 3000 തന്നെ 9000 കിട്ടുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ വലുതാണ് അവിടുത്തെ എല്ലാ വാല്യൂസും അല്ലെ? 3000 വലുതാണ് 3300, 3000 വലുതാണ് 3320, 3000 വലുതാണ് 3400. സോ ഓട്ടോമാറ്റിക്കലി 3000 വെച്ച് കൂട്ടുമ്പോൾ തന്നെ 9000 കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എന്തിനേക്കാൾ വലുതായിരിക്കും? ഓട്ടോമാറ്റിക്കലി 8500 വലുതായിരിക്കും അല്ലേ? ഒരു സിറ്റിയിൽ കിട്ടി. രണ്ടാമത്തെ സിറ്റി നമ്മൾ നോക്കുമ്പോൾ ബിയുടെ കേസ് അവിടെ നിൽക്കട്ടെ. ഇനി സിയുടെ കേസ് നോക്കിക്കേ, എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്തായാലും കിട്ടില്ലേ? കാരണം എന്താ 3192, 3200, 3268. ഓട്ടോമാറ്റിക്കലി 9000 വലുതാണ്. അപ്പൊ പിന്നെ 8500 വലുതാണോ നോക്കേണ്ട ആവശ്യമില്ല. സിറ്റി ഡിയിലോ അതിലും അങ്ങനെ തന്നെയാണ് അല്ലെ? 3664, 3760, 3792 നമുക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല അല്ലെ? അത് 9000 വലുതാണ്. അപ്പൊ അത് ഓക്കെയാണ്. ഇനി നമുക്ക് ഏകദേശം സിറ്റി ബിയുടെ കേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം. 2792 2800 അല്ലെ? 2900 ഒന്ന് കൂട്ടി നോക്കി, എത്രയായിരിക്കും കിട്ടുക? യെസ്, 2 9 അല്ലെ? 9 7 16 8 എത്ര വരിക? 24. ബാക്കി 2 എന്ന് പറയുമ്പോൾ 2 2 4 2 6 2 8492 ഉള്ളൂ അവിടെ അത് കൂട്ടുമ്പോൾ അല്ലെ? അപ്പൊ അവിടെ അല്ല അല്ലെ? എത്ര? 8500 കൂടുതലല്ല അവിടുത്തെ ടോട്ടൽ ബിൽഡിങ്സ് കൺസ്ട്രക്റ്റഡ് എന്ന് പറയുന്നത്. സോ അപ്പൊ ഇതിൽ വരുമോ ഈല്? കാരണം ഇവിടെ നമ്മൾ 2792, 2800, 2500 എന്ന് എടുത്തപ്പോൾ തന്നെ അതിനേക്കാൾ ചെറുതാണ് 2320, അതിനേക്കാൾ ചെറുതാണ് 2350, അതിനേക്കാൾ ചെറുതാണ് 2350. അപ്പൊ പിന്നെ എന്തായാലും കൂട്ടുമ്പോൾ 8500 വലുതായിരിക്കില്ല. ഈ എഫിന്റെ കേസിലും 8500 വലുതായിരിക്കില്ല. അപ്പൊ എത്ര സിറ്റികളിലാണ് 8500 കൂടുതൽ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? 2020 മുതൽ 22 വരെ പരിഗണിക്കുമ്പോൾ യെസ് 3 സിറ്റികളിലും അല്ലെ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 3. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? യെസ്. അപ്പൊ നമ്മുടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇനി വരുന്നത് മറ്റ് 5 ചോദ്യങ്ങളാണ്. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം എന്താണ്? ടോട്ടൽ മന്ത്ലി സാലറി ഓഫ് എ കപ്പിൾ അല്ലെ? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇസ് ₹2 lakh അല്ലെ? അവർക്ക് 2 പേർക്കും കൂടെ 2 ലക്ഷം രൂപ സാലറി ഉണ്ട്. അവരുടെ സാലറീസ് തമ്മിലുള്ള റേഷ്യോ 5:3 ആണ്. ആൻഡ് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും സ്പെൻഡിങ് പെർസെന്റേജ് 40% ആൻഡ് 20% ആണെങ്കിൽ അവരുടെ സേവിങ്സിന്റെ റേഷ്യോ എത്രയെന്നുള്ളതാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 ലക്ഷമാണ് ടോട്ടൽ ഉള്ളത് അല്ലെ? ആ 2 ലക്ഷത്തിന്റെ എത്രയൊക്കെയാണ് ഇവരുടെ സാലറീസ് എന്ന് വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കണം നിർബന്ധമൊന്നുമില്ല. ഒന്നുകിൽ എന്ത് ചെയ്യാം? 2 ലക്ഷത്തിന്റെ എത്രയായിരിക്കും? 200,000 എന്ന് നമ്മൾ എഴുതിയതിനു ശേഷം അല്ലെ? 5:3 എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിന്റെ സാലറി കണ്ടുപിടിക്കാൻ 5/8 അല്ലെ? അതിലെ 40% അയാൾ ചെലവാക്കി എന്ന് പറയുമ്പോൾ 40% ചെലവാക്കി എന്ന് പറയുമ്പോൾ ബാക്കി എത്ര പെർസെന്റേജ് ആയിരിക്കും അയാൾ സേവ് ചെയ്തിട്ടുണ്ടാവുക? യെസ്, അയാളുടെ സാലറിയുടെ 60% അയാൾ സേവ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? 40% സ്പെൻഡ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ 60% സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ 60 ഇവിടെ എഴുതിയാൽ പോരെ? സേവിങ്സ് എന്ന് പറയുന്നത് 60/100 ആണ്. പക്ഷെ നമുക്കറിയാലോ ബൈ 100 രണ്ട് താഴെ നമ്മൾ അങ്ങനെ തന്നെ എഴുതാൻ പോണ്, ബൈ 100 തന്നെ എഴുതാൻ പോണ് അല്ലെ? സോ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 60 എന്ന് മാത്രം അവിടെ എഴുതിയാൽ മതി. ഓക്കെ, ഡിവൈഡർ ബൈ താഴെയോ? താഴെ എന്ത് എഴുതാ? 2 ലക്ഷത്തിന്റെ വൈഫിന്റെ സാലറി ആണ് നമ്മൾ താഴെ എഴുതേണ്ട. 2 ലക്ഷത്തിന്റെ എത്രയാണ്? അവിടുത്തെ റേഷ്യോ എത്രയാണ്? 3 ആണ് അല്ലെ? അപ്പൊ 3/8 ഇൻറ്റു എത്ര പെർസെന്റേജ് അവിടെ സേവ് ചെയ്യുന്നുണ്ട്? 20% സ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലെ? അപ്പൊ എത്ര പെർസെന്റേജ് സേവ് ചെയ്യുന്നുണ്ട്? 80% സേവ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ 80/100 എന്ന് എഴുതിക്കോളൂ, നോ പ്രോബ്ലം. 80/100 അപ്പൊ മുകളിലും 60/100 എന്ന് എഴുതാം. ഓക്കെ, സോ അപ്പൊ എന്തൊക്കെ ആദ്യം തന്നെ വെട്ടിപ്പോവും? ഈ 100ഉം 100ഉം വെട്ടിപ്പോവും, ഈ 8ഉം വെട്ടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ എഴുതണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇനി എന്തൊക്കെ പൂ നോക്കിക്കോളൂ. യെസ്, ഇവിടത്തെ 2 ലക്ഷവും 2 ലക്ഷവും വെട്ടിപ്പോയി അല്ലെ? പിന്നെ 0ഉം വെട്ടിപ്പോയി. പിന്നെ 3 6ൽ എത്ര പ്രാവശ്യം പോകും നമുക്കറിയാം? 2 പ്രാവശ്യം പോകും നമുക്കറിയാം അല്ലെ? ആ 2 8ൽ എത്ര പ്രാവശ്യം പോകും നമുക്കറിയാം? 4 പ്രാവശ്യം പോകും നമുക്കറിയാം. സോ ദ സേവിങ്സ് ഈസ് 5:4 അല്ലെ? അപ്പൊ ഏത് റേഷ്യോയിലാണ് സേവ് ചെയ്തിരിക്കുന്നത്? 5:4 എന്നുള്ള റേഷ്യോയിലായിരിക്കും അവരുടെ സേവിങ്സ്. ക്വസ്റ്റ്യൻ എന്താ? ഒരു കോഡ് ലാംഗ്വേജ് തന്നിട്ടുണ്ട് അല്ലെ? ഫാമിലി വാല്യൂസ് ആർ ഇമ്പോർട്ടന്റ് എന്നുള്ളതിനെ സി സ എന്ന് കോഡ് ചെയ്യുന്നു അല്ലെ? വാല്യൂസ് ആർ ജനറലി കോണ്ടജിയസ് എന്നുള്ള സാധനത്തിനെ യാ ഡ ജ സ എന്ന് കോഡ് ചെയ്യുന്നു. സം ഡിസീസ് ആർ കോണ്ടജിയസ് എന്നുള്ള സാധനത്തിനെ KADA എന്ന് കോഡ് ചെയ്യുന്നു. വാട്ട് ആർ ദ കോഡ്സ് ഫോർ കോണ്ടജിയസ് ആൻഡ് വാല്യൂസ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ നോക്കണം. മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന എന്താണ്? വാല്യൂസ് ആണോ അതോ ആണോ? 6 കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? ഈ മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ട് 6 വരുന്നുണ്ട്. അപ്പൊ ആ മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ട് കോഡ് ചെയ്തിരിക്കുന്ന ആ ഭാഷയുടെ കോഡ് ഉണ്ടല്ലോ, അത് മൂന്നും കോമൺ ആയിട്ട് വരുന്ന ഏതാണെന്ന് നോക്കൂ. ഏതാണ് വരുന്നത്? ഇതിൽ രണ്ടിലും യായും ഉണ്ട്, പിന്നെ
ഏതാ വരുന്നേ? സായും ഉണ്ട് അല്ലെ? സാ നോക്കൂ, എല്ലാത്തിലും കോമൺ ആയിട്ട് സാ വരുന്നുണ്ട് അല്ലെ? അപ്പൊ സാ എന്ന് പറയുന്നത് ഏതിന്റെ കോഡാണ്? ആറിന്റെ കോഡാണ് അല്ലെ? സാ എന്ന് പറയുന്ന ആറിന്റെ കോഡാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ക്വാണ്ടിറ്റീസും വാല്യൂസും ആണ് അല്ലെ? സോ വാല്യൂസിന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം ആദ്യം. ഇവിടെയും വാല്യൂസ് ഉണ്ട്, ഇവിടെയും വാല്യൂസ് ഉണ്ട് അല്ലെ? സോ രണ്ട് കേസിലും വാല്യൂസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ രണ്ടെണ്ണത്തിലെ ഒന്ന് പരിഗണിച്ച് നോക്കിയേ. എന്തൊക്കെയാ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത്? സാ, പിന്നെ നമുക്ക് ഓൾറെഡി ആറിന്റെ ആണെന്ന് മനസ്സിലായിരുന്നു അല്ലെ? പിന്നെ ഇതിൽ യാ വരുന്നുണ്ട്, ഇതിലും യാ വരുന്നുണ്ട് അല്ലെ? പിന്നെ വേറെ എന്തെങ്കിലും കോമൺ ആയിട്ട് ഇതിൽ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഉറപ്പായി വാല്യൂസ് എന്നുള്ള സാധനത്തിന്റെ കോഡ് ഏതാണ്? യായാണ് അല്ലെ? വാല്യൂസ് എന്നുള്ളതിന്റെ കോഡ് ഏതാണ്? യായാണെന്ന് ഉറപ്പിച്ചു. ഇനി എന്താ പറഞ്ഞേക്കണത് താഴെ? ഇനി നമുക്ക് ഈ കോണ്ടിജിയസ് എന്ന് പറയുന്ന സാധനത്തിനെയും കൂടെ വേണം അല്ലെ? അപ്പൊ നോക്കൂ, ഇതിൽ രണ്ടിലും കോണ്ടിജിയസ് എന്ന് പറയുന്ന ആ വേർഡ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നോക്കൂ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? സ, ഓക്കെ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ആറിന്റെ ആണ്. പിന്നെ ഏതാ കോമൺ ആയിട്ട് വരുന്നത്? ഡി എ എന്ന് പറയുന്ന സാധനം രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? അപ്പൊ കോണ്ടിജിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും കോഡ്? ഡി എ എന്ന് പറയുന്ന സാധനം ആയിരിക്കും. അപ്പൊ ഡി എ അല്ലെ? അപ്പൊ അതാണ് കോണ്ടിജിയസിന്റെ കോഡ്. സോ അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഇവിടുത്തെ കോണ്ടിജിയസ് ആൻഡ് വാല്യൂസിന്റെ കോഡ്? നമ്മൾ കണ്ടുപിടിച്ചില്ലേ? യെസ്. ഇനി ഓപ്ഷൻ നോക്കൂ, ഏതാണ്? ഡായും യായും വരുന്ന സാധനമാണ് അല്ലെ? ഡായ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും അവിടെ. Clear? Yes. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ ഫോളോയിങ് നമ്പർ സീരീസ് എന്നുള്ളതാണ് അല്ലെ? 3, 14, 39, 84 അടുത്ത എന്തായിരിക്കും വരിക എന്നുള്ളതാണ് ചോദ്യം. യെസ്. ഇത് കുറച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ട ചോദ്യമാണ്. കാരണം കുറച്ച് റിസ്ക് ഉണ്ടാവും ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷെ ചോദിച്ചിട്ടുള്ള ഇങ്ങനത്തെ ചോദ്യങ്ങൾ, നമ്പർ സീരീസിലെ ചോദ്യങ്ങളിൽ കുറച്ച് റിസ്ക് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. 1 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 എത്രയാണെന്ന് ആലോചിച്ച് നോക്കിയേ. 1ന്റെ ക്യൂബ് എത്രയാ? 1 പ്ലസ് 1ന്റെ സ്ക്വയർ എത്രയാ? 1 പ്ലസ് 1 കൂട്ടുമ്പോൾ എത്ര കിട്ടാ? ഓക്കെ. അടുത്ത കേസിൽ 2 ക്യൂബ് പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 എത്രയാ? 2ന്റെ ക്യൂബ് എത്രയാ? 8 അല്ലെ? 2ന്റെ സ്ക്വയർ എത്രയാ? 4 പ്ലസ് 2 എത്ര കിട്ടാ? 8 പ്ലസ് 4 12, 12 പ്ലസ് 2 14 എന്ന് കിട്ടുന്നുണ്ട്. നോക്കൂ, രണ്ടാമത്തെ ലെറ്റർ അതല്ലേ? യെസ്. ഇതേപോലെ വരികയാണെങ്കിൽ മൂന്നാമത്തെ എങ്ങനെയായിരിക്കും വരേണ്ടത്? 3 ക്യൂബ് പ്ലസ് 3 സ്ക്വയർ പ്ലസ് 3 എന്ന് വരണം അല്ലെ? 3ന്റെ ക്യൂബ് എത്രയാ? 27 പ്ലസ് 3ന്റെ സ്ക്വയർ എത്രയാ? 9 പ്ലസ് 3 അല്ലെ? 27 പ്ലസ് 9 എത്ര കിട്ടാ? 36. 36 പ്ലസ് 3 39. കറക്റ്റ് ആണ് അല്ലെ? യെസ്. അപ്പൊ അടുത്തതും കൂടെ കറക്റ്റ് ആയാൽ പിന്നെ നമ്മുടെ ലോജിക്ക് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? 4 ക്യൂബ് പ്ലസ് 4 സ്ക്വയർ പ്ലസ് 4 ഒന്ന് കൂട്ടി നോക്കൂ. 4ന്റെ ക്യൂബ് എത്രയാ? 64 പ്ലസ് 4ന്റെ സ്ക്വയർ എത്രയാ? 16 പ്ലസ് 4 എത്ര കിട്ടാം? 16 4 കൂട്ടിയ 20, 20 പ്ലസ് 64 എത്ര കിട്ടാം? 84. കറക്റ്റ് ആണ് അല്ലെ? യെസ്. അപ്പൊ അടുത്ത എന്തായിരിക്കും വരിക? അടുത്ത ടേം എന്ന് പറയുന്നത് 5 ക്യൂബ് പ്ലസ് 5 സ്ക്വയർ പ്ലസ് 5 എന്നായിരിക്കും വരിക അല്ലെ? 5ന്റെ ക്യൂബ് എത്രയാ? 125 പ്ലസ് 5ന്റെ സ്ക്വയർ എത്രയാ? 25 പ്ലസ് 5 അല്ലെ? എത്രയാ? 125 പ്ലസ് 25 it is 150. 150 plus 5 155. ഇതായിരിക്കും ഇവിടുത്തെ ആൻസർ. ക്ലിയർ? യെസ്. അപ്പൊ ആ ഒരു രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. കുറച്ച് മെനക്കെടണം, എന്നിട്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. സിമ്പിൾ ആണ് സാധനം. അടുത്ത ചോദ്യം എന്താ? The difference between the compound interest and simple interest on a principal amount for 2 years at 10% per annum is rupees 5431. Find the principal amount. ഞാൻ എത്ര രൂപ ഇട്ടു എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. യെസ്. അപ്പോ ഇത് നമുക്കറിയാം 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പാസ്കൽ ട്രയാങ്കിൾ പ്രകാരം എന്തെടുക്കുക? 1 2 1 എന്നുള്ള സാധനം എടുക്കാം അല്ലെ? നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഈ ആദ്യത്തെ 1ന് താഴെ എഴുതുന്ന എമൗണ്ട് എപ്പോഴും പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ 1ന് താഴെ എഴുതുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്, ഞാൻ എത്ര രൂപ നിക്ഷേപിച്ചു എന്നുള്ള സാധനമായിരിക്കും എഴുതുക. 2ന് താഴെ എഴുതുന്ന എപ്പോഴും എന്തായിരിക്കും? എനിക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര എന്നുള്ളതായിരിക്കും ആ രണ്ടാമത്തെ 2ന് താഴെ എഴുതാം. അതിനി 1331 3 വർഷത്തിലെ കേസ് ആണെങ്കിൽ ആദ്യത്തെ 1ന് താഴെ എഴുതുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് തന്നെയാണ്. രണ്ടാമത്തെ 3ന് താഴെ എഴുതുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. ബാക്കി വരുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, ഇവിടെ ഇപ്പൊ ബാക്കി വരുന്ന 1 മാത്രമാണ്, മറ്റേല് ഏത് വരും? 31 വരും അല്ലെ? ആ സാധനം ആയിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്ന സാധനം. ഇവിടുത്തെ കേസിൽ ഈ 1ന് താഴെ എഴുതുന്ന സാധനമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയായിരുന്നു അത് കണ്ടുപിടിക്കാം? പി എത്രയാണെന്ന് ആദ്യം താഴെ എഴുതും അല്ലെ? എൻ നമുക്കറിയാം 2 ആണെന്ന്, ആൻഡ് ആർ 10% ആണ് അല്ലെ? ഓക്കെ,
അപ്പോ നമ്മൾ ഇനി ചെയ്യേണ്ട സാധനം കമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് 2 വർഷത്തേക്കുള്ളത്. അത് എത്രയാണ്? 5431 ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എഴുതുന്ന വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ എത്രയാണോ വാല്യൂ എഴുതുന്നത്, അല്ലെ, ഈ 2ന് താഴെ എത്രയാണോ വാല്യൂ എഴുതുന്നത് അതിന്റെ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടെ എഴുതുന്നത്, അല്ലെ? അപ്പൊ ഇവിടുത്തെ കേസിൽ ഏതോ ഒരു സംഖ്യ, അല്ലെ, ഇവിടെ എഴുതുന്ന സംഖ്യയുടെ 10% ആണ് 5431 നമ്മൾ എഴുതിയേക്കണം. അപ്പൊ എത്രയുടെ 10% ആയിരിക്കും 5431? 54,310 ആയിരിക്കും, അല്ലെ? 54,310 10% അല്ലേ 5431 വരിക? യെസ്. 54,310 ആയിരിക്കും സിംഗിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഒരു വർഷത്തേക്ക്, അല്ലെ? ഇനി അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? ഈ 54,310 എന്ന് പറയുന്നത് ഇവിടെ എഴുതുന്ന സംഖ്യയുടെ 10% അല്ലേ? അപ്പൊ എത്രയായിരിക്കും ഇവിടെ എഴുതിയിട്ടുണ്ടാവുക? 5,43,100 ആയിരിക്കും അവിടെ എഴുതിയിട്ടുണ്ടാവുക. സോ എത്ര രൂപയായിരിക്കും നിക്ഷേപിച്ചിട്ടുണ്ടാവുക? 5,43,100 രൂപ നിക്ഷേപിച്ചപ്പോഴായിരിക്കും 5431 എന്നൊരു ഡിഫറൻസ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സോ എപ്പോഴും മനസ്സിലാക്കാം 1 to 1 2 വർഷത്തിന്റെ കേസ്, അതിൽ ആദ്യത്തെ 1ന് താഴെ എഴുതുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും, രണ്ടാമത്തെ 2ന് താഴെ എഴുതുന്നത് എനിക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ആയിരിക്കും, ഒരു വർഷം കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിരിക്കും. മൂന്നാമത്തെ സ്ഥാനത്തിന് താഴെ എഴുതുന്ന 1ന് താഴെ എഴുതുന്നതായിരിക്കും കമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം സിമ്പിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും കണ്ടുപിടിക്കാനുള്ള 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇതാണ്, P into R/100 whole square എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, സോ ഇത് വേണമെങ്കിൽ ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ ഇതേ ഈക്വൽ ടു ആണ് ഇവിടെ തന്നിരിക്കുന്ന എത്രയെ? 5431 എന്ന് പറയുന്ന സാധനം. ഓക്കെ, P നമുക്ക് അറിയില്ല, R നമുക്കറിയാം, ഇവിടെ 10/10 ആണ്, അല്ലെ? അപ്പൊ 10/100ന്റെ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ഇതില് 0 വെട്ടുമ്പോൾ 1/10ന്റെ സ്ക്വയർ ഇസ് ഇക്വൽ ടു 5431 എന്ന് കിട്ടും. 1/10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ വരിക? P into 1/10ന്റെ സ്ക്വയർ എത്രയാ? 100 ആയിരിക്കും, അല്ലെ? സോ ദാറ്റ് ഈക്വൽ ടു 5431 എന്ന് കിട്ടും. അപ്പൊ P കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1/100 അങ്ങോട്ട് പോകണം. സോ ബൈ 100 അങ്ങോട്ട് പോകുമ്പോൾ എന്താ വരിക? ഇൻറ്റു 100 വരും, അല്ലെ? പിന്നെ ഇൻറ്റു 1 അപ്പുറത്തേക്ക് പോയാൽ ബൈ 1, അതിന് വലിയ വാല്യൂ ഇല്ല, അല്ലെ? അപ്പൊ 5431 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര വരിക? 5431 എഴുതാം, 2 0 5,43,100. ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ആൻസർ കിട്ടണമെന്ന് മാത്രം. ക്ലിയർ ആണല്ലോ? മറ്റേതാകുമ്പോൾ നമുക്ക് കോമൺ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന അതേ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം എന്ന് മാത്രം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മൾ ഇട്ടിരുന്നത്, അല്ലെ? സോ അതെല്ലാം അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അതൊന്ന് കുറച്ചുകൂടെ സിമ്പിൾ ആക്കി തരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള വേ പറഞ്ഞു തരികയാണ് നമ്മൾ ചെയ്തത്. സോ അപ്പൊ അടുത്ത ആഴ്ച അടുത്ത ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. അപ്പൊ അതുവരേക്കും താങ്ക് യു വെരി മച്ച്.